ബീഹാറിലെ പറ്റ്നയിൽ 2 കുട്ടികളെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 5ഉം 7ഉം വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. കൊലപാതകമാണെന്ന് സംശയിക്കുന്നെന്ന് കുടുംബം ആരോപിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഇതിനു മുമ്പും ഒരു 2 കുട്ടികൾ ബീഹാറിൽ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. 3 കുട്ടികൾ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കഴിഞ്ഞ ഇപ്പോൾ ഒരു വാർത്ത വന്ന് ഓർക്കുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴല്ലേ പറയാൻ പറ്റൂ എന്താണ് ഉണ്ടായതെന്ന്. ബൽറാം, ഹഷ്മി, ഈ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായാണ് വിവരം. പട്നയിലെ ഇന്ദ്രപുരിയിൽ ഇന്നലെ വൈകിട്ടാണ് ഈ 2 കുട്ടികളുടെയും മൃതദേഹം നിർത്തിയിട്ട ഒരു കാറിനുള്ളിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പരിശോധന നടത്തുകയുമായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് 2 കുട്ടികളെ കാണാതായതായുള്ള പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നത്. ഈ 2 കുട്ടികളും ട്യൂഷന് വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു. പിന്നീട് അവർ എവിടെ പോയി എന്ന് ആർക്കും കണ്ടെത്താനായില്ല. തുടർന്നാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ കാറിനകത്ത് ഇവർ എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കിയാവുകയാണ്. വലിയ ദുരൂഹത തുടരുകയാണ്. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കുട്ടികളെ കൊലപ്പെടുത്തി കാറിൽ ഉപേക്ഷിക്കുകയായിരുന്നു തുടങ്ങിയ സംശയങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. സംഭവം കൊലപാതകമാണെന്ന സംശയമാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഹഷ്മി, ഓക്കെ. ബൽറാം നെടുങ്ങാടിയാണ്. 2 കുട്ടികൾ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത പറയുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ മാത്രമേ എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ചെറിയ കുട്ടികളാണ്, 5-6 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് പോസ്റ്റ്മോർട്ടം കഴിയട്ടെ. കൊലപാതകമെന്ന് കുടുംബം സംശയിക്കുന്നുണ്ട്.